ത്തിലേക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ അമുസ്ലിം ചെറുപ്പക്കാരനോ ആരുമാകട്ടെ, അന്യപുരുഷനാകുന്ന ഒരു പുരുഷൻ അന്യനാകുന്ന ഒരു പുരുഷന് ഒരു മുസ്ലിം കുടുംബത്തിന്റെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള കവാടം ഉമ്മറപ്പടി ഏതുവരെ എന്ന് ഇസ്ലാം നമുക്ക് നിഷ്കർഷിച്ചു തന്നിട്ടില്ലേ? ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലയോ? എങ്ങനെയാണ് നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ട മകള് എങ്ങനെയാണ് അന്യപുരുഷന്റെ കൈകളിലെത്തിയത്? എങ്ങനെയാണ് അവന്റെ മൊബൈലുകളിൽ നമ്മുടെ മകളുടെ നമ്പർ എത്തിയത്? എങ്ങനെയാണ് അവന്റെ സോഷ്യൽ മീഡിയകളുടെ ഇന്റർനെറ്റ് കണക്ഷനുകളിൽ അവനുമായി വ്യവഹരിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യങ്ങളും ആവശ്യമായ സൗകര്യങ്ങള് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടിക്ക് കിട്ടിയതെങ്ങനെയാ? അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാ. ഈ സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി അമുസ്ലിമാവുകയോ പരിശുദ്ധമായ തൗഹീദ് വലിച്ചെറിഞ്ഞ് ഒളിച്ചോടി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് കാലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ലോകത്ത് ജനിച്ചു വീഴുന്ന മനുഷ്യ കുഞ്ഞുങ്ങള് നല്ല പ്രകൃതക്കാരാണ് കേട്ടോ, അവർ നല്ല ശുദ്ധന്മാരാണ് കേട്ടോ. തെളിമയാർന്ന ഹൃദയങ്ങളിലൂടെ ലോകത്ത് പറന്നു വീഴുകയാണ് മനുഷ്യ മക്കള്. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, ഫഇന്നമാ ബവാഹു യുഹവ്വിദാനിഹി. ആ മുസ്ലിം തറവാട്ടിൽ ജനിച്ച കുഞ്ഞുണ്ടല്ലോ, മനുഷ്യക്കു തറവാട്ടിൽ ജനിച്ച മനുഷ്യപുത്രനുണ്ടല്ലോ, ആ മനുഷ്യപുത്രന്റെ തെളിമയാർന്ന ഹൃദയത്തിലേക്ക് അവിശ്വാസങ്ങൾ കൈമാറുന്നതാരാ? ഫഇന്നമാ ബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി. ആ മക്കൾ ഒളിച്ചോടി പോകാനുള്ള കാരണക്കാരവരുടെ മാതാപിതാക്കളാ. ആ മക്കളുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണക്കാരാരാ? അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. ആ മാതാവ്, ആ പിതാവ്, ആ പിതാവും മാതാവും തന്റെ മകൾ എവിടെ എങ്ങനെ വളരണം എന്ന നിശ്ചയദാർഢ്യതയും കൃത്യമായ നിലപാടുകളും ആ മുസ്ലിം പിതാവിന്റെയും മാതാവിന്റെയും ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ ആ പെൺകുട്ടി ഒളിച്ചോടി പോകൂല, ആ പെൺകുട്ടി അവിശ്വാസത്തിലേക്ക് കടന്നു പോകൂല. ആ വിശ്വാസിയായ ചെറുപ്പക്കാരന്റെ സംസ്കാരങ്ങൾ ചീത്തയായി പോകൂല. അതേ, മാതാപിതാക്കൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുട്ടികള്, അതേ SSLC പരീക്ഷ കഴിഞ്ഞാൽ SSLC പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടിക്ക് പ്രവാസ ജീവിതത്തിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് സമ്മാനമായി കൊടുക്കുന്നതെന്താ? SSLC പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചാൽ, നല്ല മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടിക്ക് ഗൾഫിൽ നിന്ന് പിതാവ് കൊണ്ടുവന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൊടുത്തയക്കുന്നത് വിലപിടിപ്പുള്ള മൊബൈലുകളാണ്. ആ മൊബൈലുകളിലേക്ക് ആവശ്യമായ ഇന്റർനെറ്റ് കണക്ഷനുകളാണ്. അതുപോലെ മുസ്ലിം ചെറുപ്പക്കാരന് ചെത്തി നടക്കാൻ ആവശ്യമായ ബൈക്കാണ്. കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഈ ചെറുപ്പക്കാരനായ കുട്ടി, SSLC വരെ നന്നായി പഠിച്ച കുട്ടി, ആ കുട്ടിയുടെ കയ്യിലേക്ക് ഈ മൊബൈൽ കൊടുത്താൽ, ഇന്റർനെറ്റ് കണക്ഷന്റെ കീഴിൽ അവൻ ജീവിക്കാൻ തുടങ്ങിയാൽ അവന്റെ പഠനം മെല്ലെ മെല്ലെ മോശമാവുകയാ, അവന്റെ സംസ്കാരം മെല്ലെ മെല്ലെ മോശമാവുകയാ, അവന്റെ ജീവിതം മെല്ലെ മെല്ലെ മോശമാവുകയാ. അതേ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട സമ്മാനം മൊബൈലുകളല്ല, നമ്മൾ കൊടുക്കേണ്ട സമ്മാനം ബൈക്കുകളല്ല. പ്രവാസ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഗൾഫിൽ നിന്ന് നമ്മൾ കൊടുത്തയക്കേണ്ടതാ അനാവശ്യമായ പണങ്ങളല്ല.
അത് നമ്മുടെ മക്കളെ നശിപ്പിക്കുകയാണ്, അവന്റെ പഠനം തുലക്കുകയാണ്, അവന്റെ സംസ്കാരം തകർക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാനഹദ വാലിദും വലദാ, ഒരു പിതാവും തന്റെ മകനൊരു സമ്മാനവും നൽകുന്നില്ല അഫ്ളല മിൻ അദബിൻ നസനി, ഒരു ഉപ്പ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? ഏറ്റവും വലിയ പാരിതോഷികം ഏതാണ്? അഫ്ളല മിൻ അദബിൻ ഹസൻ, നല്ല അദബ്. ആ അദബാണ്, സംസ്കാരമാണ് ഒരു കുട്ടിക്ക് ഒരു പിതാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. മക്കൾക്ക് ഏറ്റവും നന്നായി നമ്മൾ നൽകേണ്ട സമ്മാനം അദബാണ്, സംസ്കാരമാണ്. ആ സംസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ആധുനിക മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അതാണ്. വളർന്നു വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാമിക സംസ്കൃതിയിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ മുഖത്ത് കരിവാരിത്തേക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും അബദ്ധസഞ്ചാരം നടന്നിട്ടുണ്ടെങ്കിൽ, അനിയന്ത്രിതമായ അവിഹിതമായ മേഖലകളിൽ മുസ്ലിം ചെറുപ്പക്കാരന്റെ കയ്യൊപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് ബാപ്പമാരാകുന്ന നമ്മളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം അദബാണ്, മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം സംസ്കാരമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അദ്ദിബൂ ഔലാദക്കും അലാ സലാസി ഖിസാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അദബുണ്ടാക്കണോ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കണോ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം കേട്ടോ. 3 കാര്യങ്ങളെ കൊണ്ടാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ അദബുണ്ടാക്കേണ്ടവരാകുന്നത്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സംസ്കാരം പഠിപ്പിക്കേണ്ടത് 3 കാര്യങ്ങളെ കൊണ്ടാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹുബ്ബി നബിയിക്കോ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് മക്കൾക്ക് അദബുണ്ടാക്കേണ്ടത്. ഒരു കുട്ടി ജനിച്ചു വീണാൽ ആ കുട്ടിക്ക് നമ്മൾ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവിനെ സംബന്ധിച്ചാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൽബിലുണ്ടോ, ആ മഹബ്ബത്തുള്ള ഹൃദയത്തിൽ കുഫ്രിയത്ത് വരൂല. ആ മഹബ്ബത്തുള്ള ഹൃദയത്തില് ഒരിക്കലും തന്നെ ശിർക്ക് വരൂല. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു തിരിനാളം പോലെ കത്തിയും നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഒരു ചെറിയ തലത്തിലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ജ്വലിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അത്തരം ഹൃദയത്തിൽ കുഫ്രിയത്ത് വരൂല, അത്തരം ഹൃദയത്തിൽ ശിർക്ക് വരൂല. ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്ലിപ്പ്, ഒരു മുസ്ലിം പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തിയ ഡോക്ടറുടെ അനുഭവം അയാൾ പങ്കുവെക്കുകയാ. ഈ അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലയിൽ നിന്ന് അമുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയ തന്റെ പ്രിയപ്പെട്ട മകളെ നോക്കി അലമുറയിട്ട് കരയുന്ന കുടുംബത്തിന്റെ കഥ നമ്മൾ കേട്ടില്ലയോ? എന്നാൽ അതേ ജില്ലയിൽ നിന്ന് ആ ഡോക്ടർ തന്റെ അനുഭവം പറയുകയാ. വീണ്ടും അതാ ഒരു മുസ്ലിം പെൺകുട്ടി തന്റെ തൊട്ടടുത്തുള്ള അമുസ്ലിം ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയാണ്. ആ പ്രണയം വളരെ കൂടുതൽ വളരെ സ്ട്രോങ് ആയ സ്റ്റേജിലേക്ക് പോവുകയാണ്. അതിന്റെ നോർമലായ സ്റ്റേജുകളൊക്കെ പിന്നിട്ട് രൂഢമൂലമായ പ്രണയബന്ധനത്തിലേക്ക് ആ പെൺകുട്ടി വിധേയപ്പെടുമ്പോഴാണ് ആ ഡോക്ടറുടെ മുന്നിൽ തന്റെ മാതാപിതാക്കൾ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. ആ മുസ്ലിം പെൺകുട്ടിയെ ഡോക്ടർ നന്നായി കൗൺസിലിംഗ് നടത്തി. പക്ഷേ നോർമലായ സ്റ്റേജുകളൊക്കെ പിന്നിട്ട സ്ഥിതിക്ക് എങ്ങനെ ആ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചിട്ടോ ആ പെൺകുട്ടിയുടെ മനസ്സ് മാറിയില്ല. ആ ഡോക്ടർ പറയാണ്, അവസാനം ആ പെൺകുട്ടിയെ ഒന്ന് പുറത്തേക്ക് നിർത്തിയിട്ടേ
കുടുംബവുമായി പെൺകുട്ടിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുകയാ. കുടുംബം പറയുന്നു പെൺകുട്ടി മാറുന്നില്ല, കൗൺസിലിങ്ങിന് പോലും ആ പെൺകുട്ടി സന്നദ്ധമാകുന്നില്ല. ആ പെൺകുട്ടിയെ വീണ്ടും തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഡോക്ടർ സംസാരിക്കുമ്പോ ആ കുട്ടിയുടെ ഹൃദയത്തിൽ എവിടെയോ ചെറുപ്പത്തിൽ ആ കുട്ടി മദ്രസയിൽ നിന്ന് പഠിച്ചുണ്ടാക്കിയെടുത്ത ഏതോ ഒരു ഹബീബിനോടുള്ള മഹബത്തിന്റെ ചെറിയ ഒരു തിരിനാളോ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അള്ളാന്റെ ഹബീബിനെ പറയുമ്പോഴേക്ക് ആ പെൺകുട്ടിയുടെ മനസ്സിനൊരു ചെറിയ അവസ്ഥ ഡോക്ടർക്ക് ബോധ്യപ്പെടുമ്പോ ഹബ്ബുൻ നബിയെ അധികരിച്ചുകൊണ്ട് വീണ്ടും ആ ഡോക്ടർ ആ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുകയാ. അള്ളാന്റെ ഹബീബിനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുമ്പോ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞു നിന്നിരുന്ന ഹബ്ബുൻ നബി ആ കൗൺസിലറാകുന്ന ഡോക്ടർ അങ്ങ് ആളിക്കത്തിച്ചപ്പോ അതാ പെൺകുട്ടി അലറി വിളിക്കുകയാ. കുറ്റബോധത്തോടെ പെൺകുട്ടി പൊട്ടിക്കരയുകയാണ്. അതുവരെയും പരാജയപ്പെട്ട കൗൺസിലിംഗിൽ ഡോക്ടർ വിജയിക്കുകയാ. അദ്ദിബൂ ഔലാദക്കും അലാ സലാസി ഖിസാൽ, 3 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ സംസ്കാരം കൊടുത്തോളൂ. ഒന്നാമതായി ഹബ്ബി നബിയിക്കും, നിങ്ങളെ ഹബീബിനോടുള്ള മഹബ്ബത്ത. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞ ഗുരുതരമായൊരു വാചകമുണ്ട് മുസ്ലിമേ. ആ മുസ്ലിമായ ചെക്കന്റെ കൂടെ ഈ മുസ്ലിം പെൺകുട്ടി പ്രണയബന്ധിതമാകാൻ പ്രേരിപ്പിച്ച ഘടകമെന്താ? ആ പെൺകുട്ടി തന്റെ കൗമാര പ്രായത്തിൽ കണ്ട സിനിമയാ. എന്റെ മൊയ്തീൻ എന്ന പേരിൽ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ചു മാറ്റി കാഞ്ചനമാല എന്ന മുസ്ലിമായ പെണ്ണിനെ പ്രേമിച്ചു ജീവിച്ച മൊയ്തീന്റെ കഥയും കാഞ്ചനമാലയുടെ കഥയോ അതേ ഒരു കലാകാരന്റെ ഭാവനാവിലാസത്തിൽ പുറത്തു വരുന്ന ഒരു സാഹിത്യകാരന്റെ സംവിധായകന്റെ കേവലം ഭാവനാവിലാസങ്ങൾ മാത്രമായ കാര്യങ്ങള് തന്റെ ജീവിതത്തിലേക്ക് പരീക്ഷിക്കാനും പ്രാവർത്തികമാക്കാനും ആ പെൺകുട്ടി തയ്യാറായതാ. എന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയാണ് ആ പെൺകുട്ടിയുടെ ഭാവി ഇങ്ങനെയാക്കിയതാ. അതുപോലെ പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമയാണ് എന്റെ ആ മകളുടെ മനസ്സിങ്ങനെയാക്കിയത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, നമ്മുടെ കുട്ടികൾ എന്ത് കണ്ട് വളരണമെന്നോ, നമ്മുടെ കുട്ടികൾ എന്ത് കേട്ട് വളരണമെന്നോ, നമ്മുടെ കുട്ടികൾ ആരെ കണ്ട് പഠിക്കണമെന്നോ നമുക്കൊരു നിശ്ചയദാർഢ്യതയില്ലെങ്കിൽ നമ്മുടെ തറവാട് മാനക്കേടിലാവുകയാ, നമ്മുടെ ആഖിറം നഷ്ടത്തിലാവുകയാണ് കേട്ടോ. ഇന്നെന്താണ് നമ്മൾ കാണുന്നത്? ഇന്നലകളിൽ മാപ്പിള മലബാറിലെ മുസ്ലിമീങ്ങളുടെ മനതലങ്ങളിൽ ഇസ്ലാമിക ചരിത്രങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഇതിവൃത്തങ്ങളെ ആവേശകരമായി ആവിഷ്കരിച്ച് ആസ്വാദ്യദായകമായി നമ്മിലേക്ക് കൈമാറിയ മാപ്പിളപ്പാട്ടുകൾ, ആ മാപ്പിളപ്പാട്ടുകൾ ഇന്ന് പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. ആ മാപ്പിളപ്പാട്ടുകൾ മുസ്ലിം പെൺകുട്ടികൾക്ക് നൽകുന്ന മെസ്സേജ് പ്രണയമാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് നൽകുന്നത് പ്രേമമാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ, അദ്ദിബൂ ഔലാദക്കും അലാ സലാസി ഖിസാൽ, 3 കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് സംസ്കാരം പഠിപ്പിച്ചോളൂ. ഒന്ന് അള്ളാന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താ. രണ്ടാമത്തേത് അള്ളാന്റെ ഹബീബിനോടുള്ള, ഹബീബിന്റെ കുടുംബത്തോടുള്ള മഹബ്ബത്താ. മൂന്നാമത് പരിശുദ്ധമായ ഖുർആനിനോടുള്ള സ്നേഹവും മഹബ്ബത്തുമാണ്. അത് നമ്മിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ സ്വീകരിക്കേണ്ടത്. അത് നമ്മിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചുണ്ടാക്കേണ്ടത്. അത് നമ്മിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കിട്ടേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു കുട്ടി ആദ്യമായി സംസ്കാരം പഠിപ്പിക്കേണ്ടത് എവിടെന്നാ? ഒരു കുട്ടി തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിക്കേണ്ടത് എവിടെന്നാ? ഫഹിഫുൽ ഉമ്മി മദ്റസത്തുൻ തസഅമത ലിതർബിയത്തിൽ ബനീന വിൽ ബനാതി وكيف تظن بالأبناء خيرا
ഇദാ നശഉ ബിഹിഫ്ളിൽ ജാഹിലാത്തി. അതേ, ഇസ്ലാമിന്റെ ബോധമില്ലാത്ത, അറിവില്ലാത്ത, അവഗാഹമില്ലാത്ത, അനുഭവമില്ലാത്ത, ഇസ്ലാമിക സദാചാരങ്ങളോട് കൂറും പ്രതിബദ്ധതയുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നെങ്ങനെയാ മുസ്ലിം സംസ്കാരം സൃഷ്ടിക്കപ്പെടുന്നത്? ഉമ്മമാരാണ് ഒരു മുസ്ലിമായ കുട്ടിയുടെ ആദ്യത്തെ മതകലാലയമേതാ? ഫഹിഫുൽ ഉമ്മി മദ്റസത്തുൻ തസാമതാ ലിതർബിയത്തിൽ ബനീനാ വിൽ ബനാതി. ഒരാണിന്റെയും പെണ്ണിന്റെയും സദാചാരങ്ങളെയും സംസ്കാരങ്ങളെയും രൂപപ്പെടുത്തുന്ന പ്രാഥമികമായ പാഠശാല ഏതാ? അത് ഉമ്മയുടെ മടിത്തട്ടിലാണ്. ഉമ്മാന്റെ മടിത്തട്ടിലിൽ നിന്നാണ് അത് പകർന്നെടുക്കേണ്ടത്. ഉമ്മയുടെ മടിത്തട്ടിലിൽ നിന്നാണ് അത് രൂപപ്പെട്ടു വരേണ്ടത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന തലമുറയോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹു ഭൂമിയിൽ നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവൻ ഔദാര്യമായി നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടിയ ഹിദായത്ത്. കേട്ടോ, ആ ഹിദായത്ത് റബ്ബിന്റെ ഔദാര്യമാണ്. ആ ഹിദായത്ത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാ. ആ തൗഫീഖാകുന്ന ഹിദായത്ത് നമ്മിലേക്ക് തന്നിട്ട് നമ്മളോട് അല്ലാഹു പറഞ്ഞ കൽപ്പന എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് നൽകപ്പെട്ട അടിയാറുകളെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഇസ്ലാമിലായിട്ടല്ലാതെ മരിച്ചു പോകല്ല. ഭൗതികതയുടെ താല്പര്യങ്ങളും ലൈംഗികതയുടെ അരാജകത്വങ്ങളും അടിമത്തമായി സ്വീകരിച്ച സ്വന്തം മാതാവിനെയും പിതാവിനെയും വെറുപ്പിച്ചുകൊണ്ട് മുസ്ലിം തറവാട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന പെങ്ങളെ, അതിന്റെ പ്രത്യാഘാതം കേവലം ദുന്യാവിലും ലഭിക്കുന്നതാണ്. ആഖിറത്തിൽ മാത്രമല്ല അതിന്റെ പ്രത്യാഘാതമുള്ളത്, ഈ ഭൂമിയിലും അതിന്റെ പ്രത്യാഘാതം അനുഭവിച്ചേ തീരോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, ഈ ഭൂമിയിൽ നിന്നു തന്നെ അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നത്. എത്രയെത്ര അനുഭവങ്ങളാണ്, എത്രയെത്ര നല്ല ആളുകൾക്ക് പോലും അത്തരം വേദനകളും പ്രത്യാഘാതങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്നുണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങള്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്, ആ മുസ്ലിം ചെറുപ്പക്കാരൻ അതാ തന്റെ മാതാവ് എല്ലാ ദിവസവും ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ അരികിൽ വരികയാ. തനിക്കെന്തെങ്കിലുമൊക്കെ ചില്ലിക്കാശ് കിട്ടാൻ വേണ്ടി, നാണയത്തുട്ടുകൾക്ക് വേണ്ടി തന്റെ മകന്റെ സമീപിക്കുമ്പോ തന്നെ തേടി വരുന്ന ഉമ്മന്റെ കയ്യിലേക്ക് സന്തോഷത്തോടുകൂടെ നാണയത്തൊട്ട് വെച്ചു കൊടുക്കുന്ന ആ ചെറുപ്പക്കാരനോട് ഒരിക്കൽ തന്റെ ഭാര്യ പറയാണ്, ഇന്ന വാലിദത്തക തുരീദു അൻ തുറക്കനാ ഫുഖറാ, നമ്മുടെ മാതാവ്, നിങ്ങളുടെ ഉമ്മ, ആ ഉമ്മന്റെ ലക്ഷ്യം നമ്മെ പട്ടിണിക്കാക്കലാണ്, നമ്മെ പായേരത്തിലാക്കലാണ്. തുരീദു അൻ തുറക്കനാ ഫുഖറാ. സംഭാവനക്ക് പ്രവർത്തകർ വരുന്നുണ്ട്, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. തന്റെ മകന്റെ അടുത്ത് നാണയം തേടിപ്പോയ ഉമ്മ, ആ ഉമ്മക്ക് സന്തോഷത്തോടെ നാണയം വെച്ചു കൊടുത്ത തന്റെ ഭർത്താവിനോട് ഭാര്യ പറയുന്നു, തുരീദു അൻ തുറുക്കനാ ഫുഖറാ, നമ്മെ ദാരിദ്ര്യവാന്മാരാക്കലാണ് ഉമ്മയുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ ഉമ്മക്കൊന്നും കൊടുത്തുകൂടാ. അതാ ഒരു ദിവസം തന്റെ ഉമ്മ തന്നെ തേടി വരുമ്പോ ആ ഉമ്മയെ ആ മകൻ അതാ പടിയിറക്കി വിടുമ്പോ തന്നെ പ്രതീക്ഷിച്ച് തന്റെ വീടുപടിക്കൽ കടന്നു വന്ന മാതാവിനോട് ഭാര്യയുടെ വർത്തമാനം കേട്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട മാതാവിനെ പടിയിറക്കി വിടുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ,
നാട്ടിലെ പ്രധാനപ്പെട്ട വ്യവസായിയായ ചെറുപ്പക്കാരന് അതാ ഒരു ദിവസം തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര പുറപ്പെടുമ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന് വഴിവക്കിൽ വെച്ചുകൊണ്ട് ഒരു കൊള്ള സംഘമതാ പിടികൂടുകയാ. ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ള സകല സമ്പാദ്യങ്ങളും ആ കവർച്ചാ സംഘം കയ്യിലാക്കിയിട്ട് ആ ചെറുപ്പക്കാരന്റെ 2 കൈകളും ആ കൊള്ള സംഘം മുറിച്ചെടുക്കുകയാ. ഓ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, മാതാവിന്റെ പിതാവിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് തറവാട്ടിൽ കരിവാരി തേച്ച് പടിയിറങ്ങിപ്പോയ എത്രയെത്ര മുസ്ലിം പെങ്ങന്മാരാ. അതെ, ആ മുസ്ലിം പെങ്ങന്മാർ അവസാനം എത്തിപ്പെടുന്നത് എവിടെയാ? കുറ്റിക്കാടുകൾക്കിടയിൽ തന്നെ കൊണ്ടുപോയ കാമുകൻ തന്നെ എല്ലാ നിലക്കും ഊറ്റിക്കുടിച്ച ശേഷം കേവലം ശവമായി തന്നെ കുറ്റിക്കാട്ടിലേക്ക് എറിയുകയാ. അതേ, സോഷ്യൽ മീഡിയകളിലൂടെ വാവിട്ട് കരയുന്ന പെങ്ങന്മാരെ കണ്ടില്ലയോ? ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ മുസ്ലിം കാമുകന്റെ കൂടെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാ. ആ കാമുകൻ ഇന്നെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഇന്നെന്നെ തിരിഞ്ഞു നോക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ഇന്നെനിക്കാരും സഹായത്തിനില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്ന പെങ്ങളെ കേട്ടിട്ടില്ലേ? ഈ അടുത്തൊരു ചാനൽ ചർച്ചയുടെ ക്ലിപ്പ് കേൾക്കുകയുണ്ടായി. ഈ സമുദായത്തിലെ ഒരു പെങ്ങള് അമുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ പടിയിറങ്ങിപ്പോയിട്ട് അവസാനം ആ പെണ്ണും ആ ചെക്കനും തമ്മിൽ അകന്നിട്ട് രാജ്യത്തെ ഒരു ചാനൽ നടത്തിയ ചർച്ചയിൽ ആ മുസ്ലിം പെങ്ങള് വിളിച്ചു പറയുകയാ. എന്താണ് തന്റെ ഭർത്താവിനെ കുറിച്ച് ആ പെൺകുട്ടി പറയുന്ന പരാതി എന്നോ? പെങ്ങളെ, എന്നെ എന്റെ വീട്ടിൽ നിന്ന് പടിയിറക്കി കൊണ്ടുവന്ന എന്റെ കാമുകനും കാമുകന്റെ വീട്ടുകാർക്കും ഞാൻ ഗർഭം ധരിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ കുഞ്ഞിന് ജന്മം നൽകുന്നത് ഇഷ്ടമില്ല. എന്തുകൊണ്ട് എനിക്കൊരു മാതാവായിക്കൂടാ എന്ന് തന്റെ മുഖത്ത് നോക്കി ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചോദിക്കുന്ന പെങ്ങളെ, എങ്ങനെയാ നിനക്കൊരു മാതാവാകാനുള്ള അർഹത വരുന്നത്? എങ്ങനെയാണ് നിനക്കൊരു മാതാവാകാൻ കഴിയുന്നത്? സ്വന്തം നൊന്തു പ്രസവിച്ച, മാസങ്ങളോളം പ്രയാസം സഹിച്ച്, ഉണ്ണാതെ ഉറങ്ങാതെ നിന്നെ തന്റെ വയറ്റിൽ സാഹസികമായി സംരക്ഷിച്ച്, മരണാസന്നം സമാനമായ വേദന സഹിച്ച് നീയാകുന്ന പെങ്ങൾക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് പുറങ്കാലുകൊണ്ട് ചവിട്ടിയ പെങ്ങള്, നിനക്കൊരു ഉമ്മയാകാൻ അർഹതയുണ്ടോ? നിനക്കെങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പരിപാലിക്കാൻ കഴിയുന്നത്? അതേ, മാതാപിതാക്കളെ ധിക്കരിച്ചാലുള്ള ദുരന്തം ഭയാനകമാ. അത് ഈ ദുന്യാവിൽ നിന്നു തന്നെ അനുഭവിക്കേണ്ടതാ. കാമുകന്റെ കൂടെ ഒളിച്ചോടി കാലങ്ങൾക്ക് ശേഷം തന്നെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞ് അവസാനം ഫേനിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്ന പെങ്ങന്മാരില്ലേ? അവസാനം ആത്മഹത്യ ചെയ്യുന്ന പെങ്ങന്മാരില്ലേ? എത്രയെത്ര വാർത്തകളാ നമ്മൾ കേൾക്കുന്നതാ. ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ അനുഭവിച്ചിട്ടും ഈ സമുദായത്തിലെ ഒറ്റപ്പെട്ട പെങ്ങന്മാർക്ക് സംഭവിച്ച ദുരന്തമെന്താ? അല്ലാഹു ഈ സമുദായത്തെ കാക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ചരിത്രം പറയുകയാണ്, ആ ചെറുപ്പക്കാരന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും കൊള്ള ചെയ്തു. അതാ ചെറുപ്പക്കാരന്റെ കൈകൾ വെട്ടിമുറിച്ച് കൊള്ള സംഘം കടന്നു പോവുകയാ. ആ ചെറുപ്പക്കാരന്റെ കുടുംബക്കാരറിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ മാരകമായ മുറിവുകളോടെ വേദനയോടെ കൊണ്ടുവരുമ്പോ അതാ ആ ചെറുപ്പക്കാരൻ വിലപിച്ചുകൊണ്ട് പറയുന്നതെന്താ? ഹാദാ ജസായി, ഇതെനിക്ക് കിട്ടേണ്ട പ്രതിഫലമാ. മാതാവിന്റെ മുഖത്ത് കരിവാരി തേച്ച് പടിയിറങ്ങിപ്പോയ പെങ്ങൾക്ക് അവസാനം കിട്ടേണ്ട സമ്മാനം ആത്മഹത്യയല്ലയോ? അവസാനം കിട്ടേണ്ടത് സമുദായത്തിൽ ചവറായി വലിച്ചെറിയപ്പെടലല്ലയോ? അവസാനം ലൈംഗിക തൊഴിലാളിയായി തെരുവ് തണ്ടലല്ലയോ? ഹാദാ ജസാഇ, ഇതെനിക്ക് കിട്ടേണ്ട പ്രതിഫലമാണ്. വലൗ കുന്തു ഉതീതു ഉമ്മീ ദിർഹമാ, എന്നെ പ്രതീക്ഷിച്ചെന്റെ വീട്ടുപടിക്കൽ വന്ന മാതാവിന്റെ കയ്യിലേക്ക് അന്നൊരു തുട്ട് നാണയം ഞാൻ കൊടുത്തിരുന്നുവെങ്കിലോ ഞാനിങ്ങനെ മുറിക്കപ്പെടുമായിരുന്നില്ല. വമാ സുലിബത്തുമാലി,
എന്റെ സമ്പത്ത് ഇങ്ങനെ കവർച്ച ചെയ്യപ്പെടുമായിരുന്നില്ല. അതേ, മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നത് മാരകമായ വിപത്താണ്. ഈ ദുന്യാവിൽ നിന്നു തന്നെ ദുരന്തമേറ്റുവാങ്ങുന്ന വിപത്താണ്. ആ ദുരന്തമാണ് പടിയിറങ്ങിപ്പോയ പെങ്ങന്മാര് പലരും നിന്ന് അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കുക. അതേ സുഹൃത്തുക്കളെ, അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത്. നമ്മുടെ മക്കളിലേക്ക് നമ്മൾ അള്ളാഹിനെ കുറിച്ചുള്ള ഭയം നൽകേണ്ടതുണ്ട്. അള്ളാഹിനെ കുറിച്ചുള്ള ഭയപ്പാട് നമ്മുടെ മക്കളിലേക്ക് നൽകുക. അതേ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്റെ പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആ ഗ്രാമത്തിലെ ഒരു ചെറ്റക്കുടിലിന്റെ ചാരത്ത് ചെന്ന് നിൽക്കുമ്പോ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് അടക്കം പറച്ചിൽ കേൾക്കുകയാണ്. എന്താണ് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് പാതിരാവിൽ 2 സ്ത്രീകൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ വീടിന്റെ ഉള്ളിലുള്ള മാതാവ് തന്റെ മകളോട് ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടിയോട് അള്ളാഹിനെ പേടിക്കാത്ത ഉമ്മ പറയുന്നത് എന്താ? അതേ, ഉമ്മാന്റെ ഉപദേശം എന്താണ്? അഖ്ലിതീ ലബനക ബിൽമാ. മോളെ, നാളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള ആ പാൽ പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ചോളോ. ആ വെള്ളത്തിലേക്ക് അല്പം കൂടി, ആ പാലിലേക്ക് അല്പം കൂടി വെള്ളമൊഴിച്ച് അത് നാളെ മാർക്കറ്റിൽ കൃത്രിമമായി അളവ് കൂട്ടിയിട്ട് വിൽക്കാൻ തന്റെ മാതാവ് തന്റെ മകളോട് രാത്രിയുടെ യാമങ്ങളിൽ ഉപദേശിക്കുമ്പോ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ നമ്പറിലേക്ക് ആരെന്ത് ലൈംഗിക ചുവയോടെ എന്തു പറഞ്ഞാലും ആ പെൺകുട്ടി അവിടെ വീഴൂല കേട്ടോ. അള്ളാഹുവിനെ പ്രേമിക്കാൻ പഠിപ്പിക്കണം. മഹദിയായ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹാ കേട്ടിട്ടില്ലേ? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന യൗവനത്തിന്റെ തുടിപ്പ, സൗന്ദര്യത്തിന്റെ മഹാപ്രപഞ്ചമായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി അസീസിന്റെ അസീസിന്റെ സകലമാന പ്രൗഢിയും വലിച്ചെറിഞ്ഞ തന്റെ പ്രേമത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം ജനങ്ങൾക്കിടയിൽ മാനം കെട്ടുപോയ പെണ്ണല്ലേ സുലൈഖ. പക്ഷേ ആ സുലൈഖ ബീവിയുടെ മറ്റൊരു ചരിത്രമുണ്ട്. ആ സുലൈഖ ബീവി അതാ പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാവുകയാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ സാരഥിയാവുകയാ. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതാ സുലൈഖയുടെ ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനു പാകത്തിലുള്ള പ്രായത്തിലേക്ക് സുലൈഖ ബീവിയെ അള്ളാഹ് പരുവപ്പെടുത്തിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമുമായി കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു തആല നിശ്ചയം നൽകുമ്പോ അതാ തന്റെ ഭാര്യയാകുന്ന സുലൈഖ ബീവിയെ അതാ എത്ര തന്റെ കിടപ്പറ പങ്കിടാൻ വിളിച്ചിട്ടും യൂസുഫിന് ലഭിക്കുന്നില്ല. അലൈഹിസ്സലാമിന്റെ കിടപ്പറയിലേക്ക് സുലൈഖ ബീവിയെ ക്ഷണിക്കുമ്പോ ഇന്നലകളിൽ തന്റെ സൗന്ദര്യത്തിന് വേണ്ടി സകലതും വലിച്ചെറിഞ്ഞ് തന്റെ കൂടെ പ്രണയിച്ചു വന്ന സുലൈഖയെ ഇന്ന് ഹലാലായ രീതിയിൽ തന്റെ കിടപ്പറ പങ്കിടാൻ ക്ഷണിക്കുമ്പോ അതാ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ക്ഷണം സുലൈഖ സ്വീകരിക്കുന്നില്ല. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കാണ്, പെണ്ണേ, നിന്റെ പ്രേമം എവിടെ പോയി? എന്നോടുള്ള ഇഷ്കും പ്രേമം നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? ഇന്നലകളിൽ എനിക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ ബീവിയുടെ മറുപടി എന്താണ്? സുലൈഖ ബീവി പറയണം, ഇന്നലകളിൽ ഞാൻ നിങ്ങളെ ഇഷ്ക് വെച്ചിട്ടുണ്ട്, ഇന്നലകളിൽ നിങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് നിങ്ങളല്ലാത്ത കാമുകൻ എന്റെ ഹൃദയത്തിലില്ല. അന്ന് നിങ്ങളല്ലാത്ത കാമുകൻ എന്റെ ഹൃദയത്തിലില്ല. എന്നാൽ ഇന്ന് നിങ്ങളല്ല എന്റെ കാമുകൻ. അന്നെന്റെ റബ്ബിനെ പ്രണയിക്കാൻ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇന്ന് നിങ്ങൾക്കു പകരം എന്റെ പ്രേമഭാജനമായി എന്റെ ഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്റെ പടച്ച റബ്ബിനെയാ.
പ്രേമം കണ്ടോ വഴിമാറിപ്പോവുകയാ. യുസൈലഖാ ബീവിയുടെ ഹൃദയമതാ പ്രേമം പടച്ചവനിലേക്ക് വഴിതിരിച്ചുവിടുകയാ. ആ സമയത്തതാ സുലൈഖാ ബീവിയോട് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നു, ഏതൊരു കാമുകനും തന്റെ പ്രേമഭാജനത്തിന്റെ ഇഷ്ടമല്ലേ അവന്റെ ഇഷ്ടമെന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു, പെണ്ണേ, നീ പ്രേമിക്കുന്ന പടച്ച റബ്ബിന്റെ ഇഷ്ടം നീ എന്റെ കൂടെ കിടപ്പറ പങ്കിടല, എന്റെ കൂടെ കുടുംബ ജീവിതം നയിക്കല എന്ന് പറയുമ്പോ സുലൈഖാ ബീവി വിധേയപ്പെടുകയാണ്. ഞാൻ പ്രേമിക്കുന്ന, ഞാൻ പൊരുത്തം തേടുന്ന എന്റെ റബ്ബിന്റെ ഇഷ്ടം നിങ്ങളുമായി കുടുംബ ജീവിതം നയിക്കലാണെങ്കിൽ ഞാനിതാ വിധേയപ്പെടുന്നു. അതേ, നമ്മുടെ പ്രേമം പടച്ചവന്റെ പ്രേമത്തിൽ അധിഷ്ഠിതമാകണോ. നമ്മുടെ വികാര വിചാര വിശ്വാസധാരകൾ മുഴുവനും ആ റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ടാകണോ. അതല്ലേ മുസ്ലിം ചെറുപ്പക്കാരാ, അത് നഷ്ടപ്പെട്ടതിന്റെ ദുരന്തമല്ലേ ഇന്ന് നമ്മൾ കാണുന്നത്. അതേ, നമ്മുടെ വീടുകളിലെ കല്യാണങ്ങളിൽ വൃത്തികേടുകൾ വർദ്ധിക്കുകയാ. വിവാഹമെന്ന് പറയുന്നത് സുലൈഖാ ബീവി കണ്ട വഴി കണ്ടോ. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വിവാഹിതനാകുന്നത്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഒരു വരൻ അതാ ഒരു വധുവിനെ തേടുന്നത്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഒരു വരനെ ഒരു വധു സ്വീകരിക്കുന്നത്. അള്ളാന്റെ നാമത്തിൽ ആദരവായ സദസ്സിൽ വെച്ച് ആദരണീയരുടെ കൈകളിലൂടെ അത് മുസ്ലിം ചെറുപ്പക്കാരൻ സ്വീകരിക്കുകയാ. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള വിവാഹ സങ്കല്പങ്ങൾ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഉന്നതമായ മുസ്ലിം തറവാട്ടിൽ നിന്ന് പുതിയാപ്പിളയായി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന ചെറുപ്പക്കാരന്റെ വേഷമേതാണ്? അതേ, ചെരുപ്പുമാല കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാ JCBയുടെ പിറകിൽ തൂങ്ങിയാടിക്കൊണ്ടാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പുതിയാപ്പിള പോകുന്നതെങ്കിൽ തെരുവിൽ എല്ലാവരുടെയും കൈകളിൽ കവർ കിട്ടിയിട്ടുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് CMOരുടെ നേർച്ച മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുകയാണ്. അപ്പോ നിങ്ങളൊക്കെ മഹാനായ സയ്യിദ് അവറുകളുടെ ദുആയിലും മറ്റുമൊക്കെ പങ്കാളികളാകാൻ നന്നായി നിങ്ങൾ സ്വതക്ക ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഞാൻ ചുരുക്കും. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ പരിപാടിയുണ്ട്. അതുകൊണ്ട് ആ കവറിൽ നിങ്ങളൊക്കെ നാളെ നന്നായി സഹായം ചെയ്യണമെന്ന് സംഘാടകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് വേണ്ടിയാകണം ഒരു മനുഷ്യന്റെ ജീവിതം. അവന്റെ വിവാഹം അത് നഷ്ടപ്പെട്ടതാണ്. ആടിത്തിമർക്കുന്ന ആഭാസങ്ങളുടെ പേക്കൂത്തുകളായി മുസ്ലിം കല്യാണ വീടുകൾ മാറിയതാ. മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരന്റെ തറവാടുകളിൽ തലേ ദിവസം മദ്യം വിളമ്പുകയാ. കൗമാരക്കാരനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആദ്യമായി മദ്യം കുടിച്ച് പരിശീലിക്കുന്നത് അയൽവക്കത്തു നടന്ന മുസ്ലിം ആജിയാരുടെ കല്യാണ വീട്ടിൽ വെച്ചുകൊണ്ടാ. അതേ സുഹൃത്തുക്കളെ, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിക്കണോ. ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കണോ. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ജീവിതം തിരിച്ചു വെച്ചവരാണ് മഹാന്മാർ. ആ മഹാന്മാര് അവരുടെ ജീവിതം മുഴുക്കയും അള്ളാഹ്ക്ക് വേണ്ടി അർപ്പിക്കുകയാ. അവരല്ലാന്റെ ജീവിതത്തിലായി മുഴുകുകയാ. കേവലം ഏതെങ്കിലുമൊക്കെ ചില ചടങ്ങുകളല്ല. അതേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസി അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുകയാണ്. അതേ, ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുക്കയും അള്ളാഹ്ക്ക് സമർപ്പിക്കുകയാ. നിർബന്ധമായ കൽപ്പനകൾ അവൻ ഏതായാലും എടുക്കുന്നുണ്ട്. ഐച്ഛികമായ കൽപ്പിക്കപ്പെട്ട സുന്നത്തുകളും അവൻ എടുക്കുന്നുണ്ട്. പക്ഷേ അവന്റെ പ്രവർത്തനം അവിടെ പര്യവസാനിച്ചിട്ടില്ല. അവന്റെ സൽക്രമങ്ങൾ കൈകളെ കൊണ്ടവൻ അമല് കൂട്ടുകയാണ്, കാലുകളെ കൊണ്ടവൻ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അവർ എമ്പാടും സൽക്രമങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയാ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു അൻഹു, ആ ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു അൻഹു ബൽഗാ പട്ടണത്തിന്റെ രാജാവാണ്. ആ ബൽഗാ പട്ടണത്തിന്റെ രാജാവായ മഹാൻ
അവസാനം അതാ റബ്ബിനെ തേടി അലയുകയാ. തറക്കുത്തുൽ ഖൽക തുറം ഫീ റിളാക വഅയ്തംതുൽ ലിയാല ലികയ്യറാക. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ഇന്നലകളിൽ തന്റെ ജീവിതത്തിൽ നടന്ന അനേക പരീക്ഷണങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ പടച്ചവനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് തന്റെ മനസ്സ് തിരിച്ചുവിടുമ്പോ കൊട്ടാരം വിട്ടിറങ്ങുകയാ. കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ സുഖലോലുപനായി സ്വസ്ഥമായി ജീവിച്ച മഹാനായ ഇബ്രാഹിമിനു അദ്ഹമെന്ന ഖ്വാജ അവസാനം കൊട്ടാരം വിട്ടിറങ്ങുകയാ. തറക്കുത്തുൽ ഖൽക തുറം ഫീ റിളാക വഅയ്തംതുൽ ലിയാല ലികയ്യറാക. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ കൊട്ടാരം വലിച്ചെറിഞ്ഞു. അവരുടെ മക്കളെ അനാഥകളാക്കിപ്പോയി. കാടുകളിലൂടെ സഞ്ചരിച്ച് തന്റെ കൈകളെ കൊണ്ട് വെട്ടിയുണ്ടാക്കുന്ന വിറകുകൾ വിറ്റ് ആവശ്യമുള്ളതെടുത്ത് മറ്റുള്ളത് ധർമ്മം ചെയ്യുകയാ. പലപ്പോഴും കാട്ടരുവിയും കാട്ടിലകളും ഭക്ഷിച്ച് ജീവിക്കുകയാ. അവരുടെ ഭൗതിക ജീവിതം ഭക്ഷണം കഴിക്കലല്ല, ആസ്വദിക്കലല്ല, അനുഭവിക്കലല്ല, അല്ലാഹനെ കണ്ടുമുട്ടലാ. അല്ലാഹുവിനെ കാണാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് സഞ്ചരിച്ചപ്പോഴോ മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ കൂന ലഹു യദം വൽ അർജുലാ. അങ്ങനെ അല്ലാഹനെ തേടിയുള്ള തീർത്ഥാടനത്തിൽ ഏർപ്പെട്ട മഹാരഥന്മാരാ. അല്ലാഹു ഭൗതികമായ ലോകത്തേക്ക് തന്നെ പടച്ചത് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാ റബ്ബിനെ ആരാധിക്കല എന്ന തിരിച്ചറിവുണ്ടായപ്പോ മറ്റുള്ള വ്യവഹാരങ്ങളെല്ലാം അവർ വലിച്ചെറിയുകയാണ്. അള്ള ഭക്ഷണം തരും, അള്ള രോഗം മാറ്റും, അള്ളാഹു എല്ലാം നൽകും എന്ന തവക്കുലുണ്ടായാലോ അള്ള മാറ്റും. മഹാനായ ഇബ്രാഹിമിന് അതും റളിയല്ലാഹു അൻഹു ഒരു കടൽ തീരത്ത് കപ്പല് കാത്തു നിൽക്കുകയാണ്. കപ്പല് കാത്തു നിൽക്കുമ്പോ മഹാനായ ഇബ്രാഹിമിന് അതും റളിയല്ലാഹു തആല അൻഹു കേറാൻ നിന്ന കപ്പലിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, കാശ് വേണം. രാജാവായിരുന്ന ഇബ്രാഹിമിന് അതും റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ കാലിയാണ്, ഇന്ന് ഫക്കീറും മിസ്കീനുമാണ്. അദ്ദേഹം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ കാശ് വേണം, പൈസല്ലാതെ ഈ കപ്പലിൽ കേറ്റൂലാന്നാ പറയുന്നത്. മഹാനായ ഇബ്രാഹിമിന് അതും റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലതാ നാണയത്തൊട്ടുകൾ കൊടിഞ്ഞു വീഴുകയാണ്. ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ, ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ. അവർ അല്ലാഹുവിനോട് പറയാണ്, പടച്ചോനെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അല്ലാഹുവേ തരണം എന്ന് പറഞ്ഞാൽ വേണം. വഹാബി അപ്പ ചോദിക്കും, ഔലിയാക്കളെ പേടിച്ചാണോ പടച്ചോൻ ജീവിക്കണെന്ന്? അല്ല, ഔലിയാക്കളെ പേടിച്ചിട്ടല്ല, അള്ളാഹുവുമായി ഈ വലിയനുള്ള ആത്മബന്ധമാണ്. മാലകളിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഹാബികൾ പറയും, കണ്ടോ സുന്നിയാളെ പഠിച്ചോ അള്ളാനെ പേടിച്ച് ഔലിയാക്കളെ പേടിച്ച് അള്ള ജീവിക്കാണ്. അത് പേടിയല്ല, അള്ളാഹുവിന് ജീവിതം സർവസ്വവും സമർപ്പിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ യാ അല്ലാഹ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട. മഹാനായ താജുൽ ഉലമ തങ്ങൾ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. എത്രയെത്ര ആളുകളാണ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാരകമായ രോഗം ഏറ്റുവാങ്ങി ഡോക്ടർമാര് ബൈപ്പാസ് ഓപ്പറേഷൻ അടക്കം വിധിച്ചവർ താജുൽ ഉലമയുടെ കാൽക്കൽ ചെന്നിട്ട് കരയുകയാണ്, ഉപ്പാപ്പാ ഓപ്പറേഷന് വിധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ അത് വേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പിന്നീട് അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പറയും ഔലിയാക്കൾ. പക്ഷേ ഔലിയാക്കൾ പറയണൊന്നും ശരീഅത്തിനെതിരാവൂല. ശരീഅത്തിനെതിരായത് ഔലിയാക്കൾ പറയില്ല. മരിച്ചെടുക്കുന്ന ഒരു മനുഷ്യനോട് ഒരു ഔലിയ വന്നിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ ഔലിയ പറഞ്ഞപ്പോ മയ്യത്താണ്ട് എഴുന്നേറ്റു. എന്നാ പിന്നെ വഹാബികളെ മാതിരി അല്ലജ് മരിച്ചിക്കണ് എന്നോട് കുഴിച്ചിടാൻ കൊണ്ടോണ്ട, എഴുന്നേറ്റ് പോയോ ഹയാത്ത് തന്നെയാണ്. എന്നാൽ മരിച്ചൊരു മനുഷ്യനെ മറയണ്ട, അവിടെ ബെഡുമ കൊണ്ടുപോയി കടത്തിക്കളാന്ന് പറഞ്ഞാൽ അതിന് നിൽക്കും വേണ്ട, മരിച്ചാ മറയണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. ഇത് രണ്ടും തിരിച്ചറിയുന്നവനാകണം ഒരു വിശ്വാസി. സുഹൃത്തുക്കളെ, അന ഉഹ്യിൽ മൗതാ,
ജീവിപ്പിച്ചവർക്ക് ജീവൻ, മരിച്ചവർക്ക് ജീവൻ കൊടുക്കാനുള്ള കഴിവാ എനിക്കുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഈസാ നബിയുടെ വാക്കായി ഉദ്ധരിക്കുകയാ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അമ്പിയാക്കള് ലോകത്ത് കാഴ്ചവെച്ച മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്തിനെ കറാമത്തായി വിറാസത്ത് ഏറ്റെടുത്തവരാണ്, കറാമത്തായി അനന്തരം ഏറ്റെടുത്തവരാണ് ഉലമാക്കള്. ആ ഉലമാക്കള് കാട്ടുന്ന കറാമത്ത് പയക്കൂല. ഓല് ആയാത്തിൽ പോകാൻ പറഞ്ഞ ആയാത്ത് പോകും. കൊഴിയുടെ മുള്ളോട് കുവന്ന് ചൊന്നാര് കുഷാതെ കൂക്കി പാറപ്പിച്ച് വിട്ടോവർ. മരിച്ച അറുത്ത് ആഹരിച്ച കോഴിയുടെ എല്ലിനോട് മഹാനായ ജീലാനി തങ്ങളങ്ങ് പാറാൻ പറഞ്ഞപ്പോ കോഴി അങ്ങ് പറന്നുപോയി. വഹാബി അപ്പ ചോദിക്കുന്ന ഒന്നും കൂടി പറത്തട്ടെ, ഒന്നും കൂടി പറത്തട്ടെ. അങ്ങനെ പറത്താൻ പറയുമ്പോ പറത്താൻ നിൽക്കണോലല്ല ഔലിയാക്കള. ഔലിയാക്ക് വേറെ ഏർപ്പാടുണ്ട്. അങ്ങനെ മൂക്കുമ്പോ തോണ്ടണീനൊക്കെ കുഞ്ഞാപ്പാകണോൽക്ക് അള്ള കറാമത്തും കൊടുക്കൂല. അതല്ലേ എനിക്കുങ്ങൾക്കൊന്നും തരാഞ്ഞത് അല്ലേ? ഞമ്മക്കൊക്കെ കറാമത്ത് കിട്ടിയ ഒരു ബല്യരുന്നാക്കേ ഞമ്മള് കോയി അങ്ങുള്ളൂ. പിന്നെ പുതിയാപ്പിള വന്നാലും ചെറിയരുന്നാലും വന്നാലും ആ കോയിനെ അറക്കും തിന്നും പറത്തും. ഇങ്ങനെ ദുരുപയോഗം ചെയ്യണോൽക്ക് അള്ളാ കറാമത്ത് കൊടുക്കൂല. ഓലൊക്കെ കറാമ്പറപ്പുണ്ടാകുക. ആ കറാമ്പറപ്പാണ് മരിച്ച മയ്യത്തിനെ മറമാടാതെ 3 മാസം വീട്ടിൽ അടച്ചിരിക്കാൻ കാരണമുണ്ടായിട്ട്. ആലിമീങ്ങളാണ് മുഅ്ജിസത്തിന്റെ വിറാസത്ത് ഏറ്റെടുത്തവർ, ഉലമാക്കളാണ് ലോകത്ത് കറാമത്ത് കാണിച്ചവർ. അവരുടെ കറാമത്തും വിലായത്തും ശരീഅത്തിനെതിരല്ല. ശരീഅത്തിൽ നിന്നും ശരീഅത്തിന്റെ ഇൽമിൽ നിന്നുമാണ് അവർ കറാമത്തിന്റെ വാഹകരായത്. മഹാനായ ഇമാമുന റാഫിഈ റഹിമഹുല്ലാഹ്, ഷാഫി മദ്ഹബിലെ വൈജ്ഞാനിക തീരങ്ങളിലെ പ്രഗൽഭനായ ഒരു എഡിറ്ററാണ് ഇമാമുന റാഫിഈ റഹിമഹുല്ലാഹ്. ആ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി അതാ തന്റെ കൈകളെ കൊണ്ട് കിതാബ് എഴുതുമ്പോ വൈജ്ഞാനിക വീതിയിൽ തപസ്സിരുന്ന് ആ ജീവിതം പിണയിക്കുമ്പോ അതാ തന്റെ മുമ്പിലുള്ള വിളക്കണഞ്ഞു പോകുന്നു. മഹാനായ റാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ആലിമിന്റെ ജീവിതത്തിലേക്ക് അല്ലാഹ്